ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ബ്ലോഗ് എന്താ പറഞ്ഞാല് എന്റെ സോയ് ബേബിന്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 1 ബർത്ത്ഡേ ഉണ്ടായത്. നോമ്പല്ലേ, നമ്മ നോമ്പ് തുറയാന്നാക്കിയത്. വലിയ ഫംഗ്ഷൻ ഒന്നും ആക്കിയിട്ട, നോമ്പല്ലേ ആണ്ട് ചെറുങ്ങനെ ഒരു 50 ആള് അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നമ്മ ആക്കിയത്. രാവിലെ ഒരു 7:30 അടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ബെഡ് റൂമിന്റെ ഒരു സൈഡേക്ക് ആക്കി വെച്ചിട്ടുണ്ടായത്. സോയ് ബേബി എന്ന് പറഞ്ഞിട്ട് ഞാനീ പിന്നെ ഫംഗ്ഷൻ എല്ലാം ആയതുകൊണ്ട് അത് സെന്ററിലേക്ക് ആക്കിയിട്ടിട്ട് ലാസർച്ച് ഉണ്ടായിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടോ. ഞാൻ എന്നെ മെല്ലെ മെല്ലെ വിളിച്ചിട്ടത്. അതെല്ലാം കഴിഞ്ഞിട്ട് തായിലേക്ക് പോകുമ്പോൾ ഉമ്മാന്റെ അനിയത്തിമാരെല്ലാം വന്നിട്ടുണ്ടായിന്. ഉള്ളി മുറിക്കലോ മസാല ആക്കല് പിന്നെ അപ്പം ചൂടുന്ന പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിന്. ഞാനങ്ങനെ കുറച്ച് ഉള്ളിയെല്ലാം മുറിച്ച് കൊടുത്തിട്ട് പിന്നെ മാറ്റാൻ പോയി. നമുക്ക് തലശ്ശേരി പോകാനുണ്ടായിന് ബേബിക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടിട്ട്. നമ്മ പോവാങ്കിയുമ്പോ 2:30 ലൈറ്റ് ഉണ്ട്. അപ്പളേക്ക് ചോറെല്ലാം വെക്കാക്കിനി. നമ്മ പോയത് തലശ്ശേരിക്ക് ഇടാനിട്ടില്ലാന്ന് അസച്ചാന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. ബേബിക്ക് കാറ് മേങ്ങാൻ പോയത്. നമ്മ കാറാ നോക്കി, പക്ഷെ അവിടെ കാർ ഉണ്ടായിട്ട. സൺഡേ ഉണ്ടായത്. പിന്നെ അവിടെ വേറെ ഷോപ്പ് അങ്ങനെ എന്തോ ഉണ്ടായിട്ട. നമ്മ ഈ ജീപ്പന്നെ എടുത്ത് ഓളയിലിരുത്തിക്കാൻ നോക്കുമ്പോ ഈ റബ്ബേ കുക്കീറ്റ് വെച്ചിക്കുന്നുണ്ടായിട്ട. പേടി നോക്കു, ഭയങ്കര പേടി. അത് ഓണാക്കുമ്പോ ഭയങ്കര കുക്കല്. 40 കിലോ വരെ കൊള്ളു പറഞ്ഞിനി. ഞാന് 48 കിലോ അങ്ങനെയല്ലേ ഉള്ളു. അവൻ ഇരിക്കാനുള്ളതിൽ ഞാൻ ഇതന്നെ മേങ്ങാ വിചാരിച്ച്. ഈ പെണ്ണി ഇത് കണ്ടിട്ട് ക്യൂട്ട് ഡോള് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇടുന്ന ആൾക്കിന്റെ പേരാനേ തോന്നിട്ട നല്ല വാങ്ങുന്നുണ്ട്. പോലത്തെ ടോയ് ഷോപ്പിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെയും കാട്ടി ആസയാൽ നമുക്കല്ലേ അത് വേണം ഇത് വേണം. അതെല്ലാം ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് ബൊമ്മ കുഞ്ഞു. പിന്നെ ഈ ആനയല്ലോ ആടെ നല്ല കൊറേ കളക്ഷൻസ് ഉണ്ടായിന്. ഡ്രസ്സിന്റെ എല്ലോ ജീപ്പിന്റെ കീ ഓർ കൈമ കൊടുത്തിട്ട് ഓള് മേങ്ങുന്നേയില്ല. ഓർ കൊറേ പൊടിപ്പിക്കാൻ ആക്കി. ഓളെങ്കിൽ പേടിച്ചിട്ട് എന്നെ പിടിക്കുന്നത്. ഓക്ക് ആ ജീപ്പിന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്തോ ഒരു പേടിയാണ്. ഞാനിപ്പോ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഓക്കെ ആയി. ഇപ്പം നമ്മ രാവിലെ എണിച്ചിട്ട് വണ്ടിയിൽ ഇരുത്താൻ വേണ്ടിട്ട് നാക്കോ. അങ്ങനെ നമ്മളെ എക്സസൈസ് ഷോറൂം ഒന്നെല്ലാം കീച്ചിട്ട് നമ്മ വണ്ടിയിൽ കയറ്റി. അങ്ങനെ പെരുക്കത്തുമ്പോഴേക്ക് റാജിയും ബാബിയും സമൂസ എല്ലാം ആക്കുന്നുണ്ടായിനി. അപ്പളേക്ക് ഫലുദ ബേർഡെന്ന് ഓർഡർ ആക്കിയ കേക്ക് വന്നിട്ടുണ്ടായിനി. പെരുക്കെത്തിയിട്ട് നമ്മ കുറച്ച് വണ്ടിയിൽ ഇരുത്താൻ നോക്കിയതോ ബേബീനെ. ഷോള് കരഞ്ഞിട്ട് ഇരിക്കുന്നേ ഉണ്ടായിട്ട. അതിനായി ചൊർക്ക ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിന്നില്ല. കുക്കിയിട്ട് വെച്ചിക്കില്ല. അങ്ങനെ അമ്മീത്തെ കൊണ്ടിട്ട് ഉറക്കായിരിച്ചു. അപ്പളേക്ക് ഫാമിലിയിൽ ഒരാളായിട്ട് വരുന്നുണ്ടായിനി. എല്ലാരും അപ്പത്തിന്റെ എല്ലാം പണി നോക്കുന്നുണ്ടായത്. അപ്പളേക്ക് ഞാൻ മീത്ത പോയിട്ട് കുളിച്ചിട്ട് മാറ്റിട്ടെല്ലാം വരുമ്പോഴേക്ക് എല്ലാരും നോമ്പ് ഉറക്കാനിരുന്നു. ബേബീനെ ഒരുക്കിയിട്ടുണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ബയ്യ ഒരുക്കാന്ന്. നേരത്തെ ഒരുക്കിയെങ്കിൽ ചൂടെടുക്കും നോക്ക്. ഞാനങ്ങനെ എന്ത് തോന്നിട്ടൊന്നുമില്ല. നോമ്പ് ഉറക്കുമ്പോ ബേബി ഇങ്ങനെ ചെറുങ്ങനെ കൂക്കുന്നുണ്ട്. ഇനി ആളെ കാണുമ്പോൾ ചൂടെടുത്തിട്ട് പിന്നെ ഉറക്കോളം ശരിയായിട്ടുണ്ടായിട്ട. ഗസ്റ്റ് എല്ലാം മറ്റേ ഓർക്കെല്ലാം കൊടുക്കുന്നതായിരിക്കും നമുക്ക് തിന്നാനൊക്കെ കഴിഞ്ഞിട്ട. ഭാബി അതുപോലെ തന്നെ ഭാബി തോന്നിട്ടൊന്നുണ്ടായിട്ട. അസോ നമുക്ക് മീത്തിലേക്ക് കുറച്ച് അപ്പെല്ലാം എടുത്തിട്ട് മീത്ത വന്നിട്ട് നമ്മളെ റൂമൊന്ന് തിന്നത്. ഇച്ചാൻ ഭാബി നാളെ ചെന്നൈക്ക് പോകുന്നോണ്ട് ഡ്രസ്സെല്ലാം പാക്കാക്കാൻ വേണ്ടിട്ട് ബാഗ് മീത്ത കൊണ്ടുവന്നിട്ടുണ്ടായത്. കുഞ്ഞിമ്മ ബേബിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണിത്. അന്റെ റൂമിൽ ഗിഫ്റ്റ് അല്ലേ ഇത്? തന്നെ ബേബിന്റെ ടെഡി വിളിച്ച സെലിബ്രിറ്റി ഉണ്ട്. ഷോപ്പിനൊന്നും പ്രൊമോഷൻ വേണ്ട. ഇതാ തൂക്കിയിട്ടിട്ട് കാണുന്ന ഞാൻ സോയ് ബേബിന്റെ ഡ്രസ്സ്. എല്ലാരും ചോറെല്ലാം ബേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിമല്ല സോയ് ബേബിനെ മാറ്റിക്ക അതിന്റെ കേക്ക് മുറിക്കാ. ഇങ്ങനെ ഒപ്പിക്കാനേ കഴിയൂ. എന്റെ മൂക്ക് കുട്ടക്കടി റോക്കാനെടുത്ത് തന്നെ ഈസി ഇട്ടിട്ടു ഭയങ്കര ചൂടെടുക്കുന്നത് തോയ്ക്ക്. ഓള് കൂക്കുന്ന തന്നെ നിർത്തുന്നേയില്ല. ഇങ്ങനെ ചെറുങ്ങനെ കൂക്കി കൊടുക്കുന്നു. അങ്ങനെ ഓരോരോ എടുത്തിട്ട് സമാധാനാക്കുന്നുണ്ട്. ഇത് യാസർച്ചാന്റെ ചെറിയ പങ്കാണ്. ഫസ്റ്റ് ഓള് വന്ന പാടോളൊക്കെ പോന്നേണ്ടായിട്ട. പിന്നെ ഓള് ഡോള് കൊണ്ടിട്ട് അതെല്ലാം കൊടുത്തിട്ട് മെല്ലെ മെല്ലെ പിന്നെ ശരിയായി. ഇത് യാസർച്ചാന്റെ ചെറിയ ആളേമ. ഇത് യാസർച്ചാന്റെ കുഞ്ഞുമാന്റെ മോള്. എന്റെ ബേബിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഓളെ ബേബിന്റെ ബർത്ത്ഡേ ഉണ്ടായിന്. ഇൻഷാല്ല അതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കി. ഈ ബ്രൗൺ ഷാൾട്ട് യാസച്ചാന്റെ ഉപ്പാന്റെ അനിയന്റെ മോളാണ്. ഇതിൽ ഏകദേശം ആളോളെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടോളെ എല്ലാരും മാറി മാറി ഇങ്ങനെ എടുക്കുന്നത് ആദ്യമായിട്ട്. എല്ലാരും ചോറിച്ചിട്ട് കഴിയുമ്പോ ഏകദേശം 10-10:30 ലൈറ്റ്. കുറെ ആള് പോയിട്ടുണ്ടായിന്. ചോറിച്ചിട്ടായിട്ട് കേക്ക് കട്ടാക്കാറിട്ട് പോക്ക് ചൂടെടുത്തിട്ട് ജോഡിയാന്നിട്ട് ഷൂസും എയർബോലെല്ലാം വലിച്ചിട്ട് ചാടിയോള്. ഇതെല്ലാം യാസർച്ചാന്റെ കസിൻസ് ആണ്. പിന്നെ ഇത് യാസർച്ചാന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോളാണ്. ഇവരവർക്കാവും ഞാൻ ഇഫ്താറിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിന. വീഡിയോസ് കുറെ എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഞാൻ കട്ടാക്കിന്. 30 മിനിറ്റിന്റെ വീഡിയോ ഞാൻ കട്ടാക്കിയിട്ട് 6 മിനിറ്റ് 7 മിനിറ്റിലേക്ക് ആക്കിയത്. കാരണം കുറെ ഫേസ് കാണിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ കേക്ക് കട്ടാക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ ഇല്ല. കാരണം നമ്മ ഇതിന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടോണ്ട് അത് ഫോണിലേക്ക് അടിച്ചിട്ട് എന്ത് കാണുന്നുണ്ട് ക്ലാരിറ്റി ഉണ്ടായിട്ടാ.
പിന്നെ എന്താ കഥ പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എൻ്റെ പേർക്ക് അറിയില്ല, എൻ്റെ പേരത്തെ ആരും വന്നിട്ട്. കാരണം നമ്മ വിചാരിച്ച നോമ്പല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വരാനൊന്നും കഴിയുന്നില്ല. ഇവിടുന്ന് ആർക്ക് അങ്ങോട്ട് പോകാൻ ആടുന്ന് ഇങ്ങോട്ട് വരാനെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും നോമ്പെല്ലാം നോക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈടിയും കഴിക്കാം ആടിയും കഴിക്കാന്ന്. ഫസ്റ്റ് ഈടിയാന്ന് കഴിച്ച്, ഇൻഷാല്ലാ അവിടെ പോയിട്ട് ആടെ കഴിക്കണം. എൻ്റെ പേർക്ക് പെരുന്നാക്കായിട്ട് കഴിക്കാന്ന് പ്ലാൻ. കാരണം നോമ്പിന് ശരിയാവുന്നില്ല. എന്റെ പേർക്കൊന്നും ഉമ്മാവും എല്ലാവരും വീഡിയോ കോൾ ചോണ്ടിരിക്കുന്നതിനായിരുന്നു ബേബിന്റെ ബർത്ത്ഡേന്റെ ഡ്രസ്സിനെ കാണാൻ. ഇതാ സർച്ചാന്റെ ഉപ്പാന്റെ ഏട്ടനാണ്. കേക്ക് കട്ടാക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വന്ന ഒരാൾ പോയിട്ടുണ്ടായിരുന്നു, ഒരാൾ പോവാൻ നിക്കുന്നുണ്ടായത്. പിന്നെ എല്ലാരും പോവാൻ കഴിഞ്ഞ അപ്പളേക്ക് ഞാൻ എന്തൊക്കെയാണ് ചൂടെടുത്ത് ഇറ്റ് കഴിയുന്നുണ്ടായിട്ട. ഞാൻ ബേബിത്തെ പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിട്ട് വന്ന്. സോയി ബേബിക്ക് അങ്ങനെ കേക്ക് കട്ടാക്കിയ പാടെ ഉള്ള ഡ്രസ്സെല്ലാം കിച്ചിന്. കേക്ക് മസ്തായിരുന്നു. ഇതിന് ഇതാന്റെ കസിനാണ് മൻഹ. സോയി ബേബിക്ക് അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളോട് തട്ടാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. കാരണം ക്ഷാമ വെച്ചിട്ട്. എൻ്റെ ഒരു മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.